നമ്മുടെ വാക്കുകൾ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. നാം എന്താണ് പറയുന്നത് എന്നതിലല്ല പ്രധാനം, അവർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതിലാണ് പ്രധാനം. അതുകൊണ്ട് അവർ കേട്ടതെന്താണെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്തിനാണ് നീ അത് പറഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് പകരം എന്താണ് നിന്നെക്കൊണ്ടത് പറയാൻ പ്രേരിപ്പിച്ചത് എന്ന് ചോദിക്കുക. നേരത്തെ പറയുക, സത്യസന്ധമായി പറയാൻ ശ്രമിക്കുക. ഈ പോസിറ്റീവും നെഗറ്റീവും സാൻഡ്വിച്ച് രൂപത്തിൽ പറയുന്നതിന് പകരം സത്യത്തെ മറച്ചു വയ്ക്കാതെ സത്യസന്ധമായി സംസാരിക്കാം. സത്യത്തെ മറച്ചു വയ്ക്കുന്ന കാരുണ്യത്തിന് പകരം സത്യസന്ധമായ സംസാരമാണ് കാരുണ്യം. ഈ പ്രശ്നം വ്യക്തിയല്ല, പ്രശ്നം ഒരു വിഷയമാണ്. പ്രതിപക്ഷത്തിലേതെന്നതുപോലെയല്ല, ഒരു കൂട്ടുകാരനെന്ന നിലയിലാണ് നമ്മളതിനെ സമീപിക്കേണ്ടത്. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന രീതിയിലായിരിക്കണം. ശാന്തമായി സംസാരിക്കുക. സംഭാഷണത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി വേണം നമ്മൾ സംസാരിക്കാൻ. ഞാൻ എങ്ങനെ കാണപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതനുസരിച്ചായിരിക്കണം ഞാൻ സംസാരിക്കേണ്ടത്. നിനക്ക് വേണ്ടത് നിർഭയത്വമാണ്, കാത്തിരിപ്പല്ല. ആരോ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പാടില്ല. കാരണം നീ തന്നെ നിന്നെ കാത്തിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ നിനക്കായി ആരും മുണ്ടുമുറുക്കി ഉടുത്ത് ഇറങ്ങുമെന്ന് വിചാരിച്ച് സമയം പാഴാക്കരുത്. നീ തന്നെയാണ് മാറേണ്ടത്, നീ തന്നെയാണ് ഇറങ്ങേണ്ടത്. എല്ലാവരും 5 സെക്കൻഡ് ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു നിയമമുണ്ട്. നീ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ മുന്നിലേക്ക് വെച്ച കാലും ഉയർത്തിയ കൈകൾക്കുമിടയിൽ 5 സെക്കൻഡ് മുന്നോട്ടോ പുറകോട്ടോ എന്ന് നീ തീരുമാനിക്കണം. നീ ചെയ്യുന്നതെല്ലാം അവബോധത്തോടെ ചെയ്യുക. അല്ലെങ്കിൽ അതെല്ലാം വെറും വാക്കായി പോകും. അല്ലെങ്കിൽ അതെല്ലാം വെറും പാഴ്ശ്രമങ്ങളായി